വന്നപ്പോ അതിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഡെസ്പായിരിക്കുന്നത്? ഒന്നുമില്ല റോയിച്ച. ഏയ് അതല്ല, എന്തോ ഉണ്ട്. ഒരു മൂഡില്ല, അതാ. ഈ മൂഡില്ലാത്ത അവസ്ഥേനാണ് സാധാരണ ഡെസ്പായിരിക്കാന്ന് പറയണത്. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ സിനിമ നടക്കില്ല റോയിച്ച. എന്തുപറ്റി? പ്രൊഡ്യൂസറിനെന്തോ ഫിനാൻഷ്യൽ ക്രൈസിസ്. അത്രയുള്ള കാര്യം. പ്രൊഡ്യൂസർ പോയി എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രൊജക്ടിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഈ പ്രൊഡ്യൂസർ പോയി കഴിഞ്ഞാൽ വേറൊരു പ്രൊഡ്യൂസറിനെ നോക്കണം. അങ്ങനെയല്ല നേഹ വേണ്ടത്. വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതല്ല റോയിച്ച, അദ്ദേഹം വെറുമൊരു പ്രൊഡ്യൂസർ മാത്രമായിരുന്നില്ല. സ്റ്റോറിയെക്കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഇൻഡസ്ട്രിയെക്കുറിച്ചും ഇത്രയും അധികം സെൻസിൽ ഒരാളെ കാണാൻ കിട്ടില്ല. മോർ ദാൻ ദാറ്റ്, ഹീസ് സിമ്പിൾ ആൻഡ് കൂൾ. ഞാൻ തേടി നടന്ന് കണ്ടെത്തിയ പ്രൊഡ്യൂസർ. ഇതുപോലെ ഒരാളെ കിട്ടിയാലേ എൻ്റെ മനസ്സിലെ സിനിമയെ ചെയ്യാൻ എനിക്ക് സാധിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും അതാലോചിച്ച് താൻ ഡെസ്പായിരിക്കണ്ട. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഒരു ദിവസത്തിൽ കുറച്ച് സമയം ഉണ്ടാക്കാനുള്ള ഈ ബുദ്ധിമുട്ട് ഓർത്തിട്ടെങ്കിലും പ്ലീസ് cheer up. സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ കഥയിൽ ഒരു വേഷം റോയിച്ചൻ എഴുതിയാൽ റോയിച്ചൻ ചെയ്യുമോ? അപ്പൊ ഇത് ഓടാനിറക്കുന്നല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ച്? അല്ല, ഞാൻ അത്രയ്ക്ക് വലിയ സ്റ്റാറൊന്നുമല്ല. പിന്നെ ഒരു പുതുമുഖത്തിന് വെച്ചൊരു പടം എടുക്കുമ്പോ അത് വിജയിക്കുമെന്നുള്ളൊരു സംശയം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്താ? ഓക്കെ, സമ്മതം. അയ്യടാ, ഹീറോ ആക്കാൻ പറ്റിയ ആള് തന്നെ. ശരിയാ, ഹീറോ ആവാനുള്ള ഗ്ലാമർ ഒന്നും എനിക്കില്ലല്ലോ. അയ്യോ, വിഷമായോ? ഓ, ചെറുതായിട്ട്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ റോയിച്ച. അത്രയ്ക്കൊന്നും കളിയാക്കൊന്നും വേണ്ട. ഞാനേ ഈ സ്കൂൾ കോളേജ് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചേ ബെസ്റ്റ് ആക്ടറിനുള്ള പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഈ സ്കൂൾ കോളേജ് കഥകൾ എല്ലാവരും പറയുന്ന. റോയിച്ചനും നേഹയും, ഇത് ഞാനാണല്ലോ കണ്ടത്. ദൈവമേ, അവരെ വിളിച്ച് പറയട്ടെ. സാറാ, നമ്മുടെ റോയിച്ചൻ. നിന്റെ പടത്തിന് എന്ത് ബഡ്ജറ്റ് വരും? എന്താ, പ്രൊഡ്യൂസ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, എനിക്ക് അത്യാവശ്യം പരിചയമുള്ള ബിസിനസ് ആരൊക്കെ ഉണ്ട് കൊച്ചിയില്. ഞാനൊന്ന് ശ്രമിക്കാം. ഒരു 110 to 120 വരും. എന്താ, ആരെങ്കിലും ഉണ്ടോ? ഓ, നോക്കാം. പതുക്കെ മതി റോയിച്ച, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു ധൈര്യമുണ്ട്. ഗുഡ്. അപ്പോ ശരി, സമയായി. ഓ, സമയല്ലേ? ഓക്കെ then, see you tomorrow. ഓക്കെ, ബൈ ബൈ. ഹലോ പപ്പ. പപ്പ, ഞാൻ മമ്മയോടൊരു കാര്യം. എൻ്റെ ഒരു ഫ്രണ്ടാ പപ്പ, പേര് നേഹ. താങ്ക് യു പപ്പ. ഞാൻ പേടിച്ചിരുന്നു പപ്പ സമ്മതിക്കുമെന്നുള്ളത്. ഞാനിപ്പോ പുറത്താ പപ്പ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവനോ ഞാൻ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഇതിലേക്ക് ഇറങ്ങുള്ളൂ പപ്പ. താങ്ക് യു പപ്പ. ഓക്കെ, ബൈ.